കൃഷ്ണായ സോറി കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്നാനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമഃ രാക്ഷസാന്തകം. നമ്മള് അയോധ്യാകാന്ഡം 7-ാം സർഗത്തിലത്തെ 71-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്നലെ ചെയ്തത്, അവസാനിപ്പിച്ച് നിർത്തിയത്. അപ്പൊ അതിലെന്താണ് പറഞ്ഞ ദശരഥൻ പിന്നെ ഹാ രാമ ഹാ രാമ ഹാ സീതേ ഹാ ലക്ഷ്മണ ഇങ്ങനെ പലവട്ടം പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് പിന്നെ ശരീരം വെടിഞ്ഞതെന്ന് പറഞ്ഞുല്ലോ പിന്നെ കൈകേയി. അപ്പൊ ഭരതനൊരു സംശയം, അമ്മയെ അച്ഛൻ മരിക്കുമ്പോ രാമനും ലക്ഷ്മണനും സീതയൊന്നും അടുത്തുണ്ടായിരുന്നില്ലേ, അവരെവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അതാണ് നമ്മൾ അപ്പൊ കൈകേയിയുടെ ഉത്തരാണ് 72. രാമസ്യ യൗവരാജ്യാർത്ഥം പിത്രാ തേ സംഭ്രമകൃത തവ രാജ്യപ്രധാനായ തദാഹം വിഘ്നമാചരം. രാമസ്യ യൗവരാജ്യാർത്ഥം, രാമന്റെ യുവരാജാവായിട്ടുള്ള അഭിഷേകത്തിന് തേ പിതാ, നിന്റെ പിതാവിനാൽ സംഭ്രമഃ കൃത, അതിനു വേണ്ടി ആരംഭിച്ചു. നിങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള എല്ലാ ഒരുക്കവും ചെയ്തു. തവ രാജ്യ പ്രധാനായ, പക്ഷേ നിനക്ക് രാജ്യം കിട്ടണം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നിനക്ക് രാജ്യം ലഭിക്കാനായിക്കൊണ്ട് അഹം തഥാ വിഘ്നമാചരം, ഞാൻ അപ്പോൾ അതിന് വിഘ്നായി നിന്നു. ഞാൻ വിഘ്നം ആചരിച്ചു. വിഘ്നമാചരം, ഞാൻ അതിനൊരു വിഘ്നായിട്ട് ഒരു കാര്യം ചെയ്തു എന്ന് പറയാണ്. സന്തോഷാവും ഭരതനെ വിചാരിച്ചു കൈകേയി. എന്നിട്ട് പറഞ്ഞു, പിന്നെ രാജാവ് പിന്നെ ശ്രീരാമനെ യുവരാജാവാകി അഭിഷേകം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും കൂട്ടി റെഡിയായി. അപ്പോ നിനക്കാണ്, നിന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യണം, നിനക്ക് അത് പ്രധാനം, ആ ഭാഗ്യം, നിനക്ക് രാജ്യം ലഭിക്കണം എന്ന് വിചാരിച്ചിട്ട്, ശ്രീരാമനെയാണ് ആക്കാൻ വിചാരിച്ച അച്ഛൻ, അപ്പൊ നിനക്ക് രാജ്യം ലഭിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അതിന് വിഘ്നം വരുത്തുന്ന ഒരു കാര്യം ചെയ്തു, ആചരിച്ചു. മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്. രാമനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യാൻ നിന്റെ പിതാവിന് വലിയ ആഗ്രഹമായിരുന്നു, അതിനുവേണ്ടി പുറപ്പെട്ടു. അപ്പൊ ഞാൻ നിന്റെ പിതാവിനെ കൊണ്ട് നിനക്ക് രാജ്യം ലഭിക്കാൻ, അല്ലെങ്കിൽ നിനക്ക് രാജ്യം നൽകാനായിക്കൊണ്ട് രാമാഭിഷേകത്തിന് ഞാൻ വിഘ്നം വരുത്തിയതാണ് എന്ന് പറഞ്ഞു. 72. രാമസ്യ കൈകേയി ഉവാച രാമസ്യ യൗവരാജ്യാർത്ഥം പിത്രാതേ സംഭ്രമകൃത തവ രാജ്യപ്രധാനായ തദാഹം വിഘ്നമാചരം. ഞാൻ പറയാണ് കൈകേയി തന്നെ കേട്ടോ. 73, 74, 75, 76, 77, 78 ഒന്നിച്ചാണ്. അപ്പൊ ഞാൻ വായിക്കട്ടെ ഇതൊക്കെ കേട്ടോ. രാജ്ഞാദത്തം ഹിമേ പൂർവം വരദേന വരദ്വയം യാചിതം തദിദാനീം മേ തയോരേകേന ദേഖിലം രാജ്യം രാമസ്യ ചൈകേന വനവാസോ മുനിവ്രതം തത സത്യപരോ രാജാ രാജ്യം ദത്വാ തവൈവ ഹി രാമം സംപ്രേഷയാമാസ വനമേവ പിതാ തവ സീതാപ്യനുഗത രാമം പാതിവ്രത്യമുപാശ്രിത സൗഭ്രാത്രം ദർശയൻ രാമമനുയാതോപി ലക്ഷ്മണ വനം ഗതേഷു സർവേഷു രാജാ താനേവ ചിന്തയൻ പ്രലപൻ രാമ രാമേതി മമാര നൃപസത്തമ ഇതി മാതുർവച ശ്രുത്വാ വജ്രാഹത ഇവ ദ്രുമഃ പപാത ഭൂമൗ നിസ്സംജ്ഞസ്ത്വം ദൃഷ്ട്വാ ദുഃഖിതാ തദാ കൈകേയി പുനരപ്യാഹ വത്സ ശോകേന കിം തവ. കൈകേയി ഉണ്ടായത് മുഴുവൻ പറഞ്ഞു. നമുക്ക് വേഗം
ചുരുക്കി അല്ല കൂടെ പോവാം. വരദേന രാജ്ഞ, അതായത് വരം നൽകാൻ കഴിവുള്ള രാജാവിനാൽ പൂർവമേ വരദ്വയം ദത്തം, പണ്ട് 2 വരം നൽകിയിരുന്നു. പഴയ കാര്യം പറയാണ്. അന്ന് എന്നിൽ പ്രീതയായിട്ട് നിന്റെ അച്ഛൻ എനിക്ക് 2 വരം നൽകാം എന്ന് പറഞ്ഞിരുന്നു. തദിതാനീം മേ യാചിതം, അതിപ്പൊ ഞാൻ ചോദിച്ചു. പണ്ട് തന്നതാണ് ആ വരം, ഞാൻ ഇതുവരെ ആ വരം ചോദിച്ചില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ആ 2 വരം വേണമെന്ന് പറഞ്ഞു. ഞാൻ യാചിച്ചു. യാചിതം എന്ന് പറഞ്ഞില്ലേ, ഇതാനീം മേ യാചിതം. ആ 2 വരം ഞാൻ ഇപ്പൊ പിന്നെ യാചിച്ചു. തയോഹോ ഏകേന, ആ 2-ൽ-1 എന്താ വെച്ചാൽ തേ അഖിലം രാജ്യം, നിനക്ക് രാജ്യം നൽകണം എന്നാണ് ഒന്ന്. ഏകേന മറ്റത് എന്താ, രാമസ്യ വനവാസം മുനിവ്രത, രാമൻ വനവാസവും മുനിവ്രതവും അനുഷ്ഠിക്കണം. അതാണ് രണ്ടാമത്തെ. ഒരു വരം നിന്നെ രാജാവാക്കണം എന്ന്, രണ്ടാമത്തെ രാമൻ കാട്ടിൽ പോയിട്ട് മുനിവ്രതം അനുഷ്ഠിക്കണം എന്ന്. അതായത് വനവാസം. തതഹ സത്യപരഹ രാജ, അതിനാൽ സത്യം മാത്രം എന്താണ് അനുഷ്ഠിക്കുന്ന രാജാവ്, സത്യത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്ന ആ രാജാവ് നിന്റെ പിതാവ് തവ ഏവ രാജ്യം ദത്വ, നിനക്ക് തന്നെ രാജ്യം ദാനം ചെയ്യാമെന്ന് പറഞ്ഞു. തവ പിതാ, എന്നിട്ട് നിന്റെ പിതാവ് രാമം വനം ഏവ സംപ്രേഷയാമാസ, എന്നിട്ട് ആ വരം സത്യാക്കാൻ വേണ്ടിയിട്ട് രാമനെ വനത്തിലേക്ക് പറഞ്ഞയച്ചു. സീത അഭി പാതിവ്രത്യം ഉപാസിത്വ, സീത പതിവ്രതയായതല്ലേ, പതിവ്രതയായിട്ടുള്ള ഭാര്യ ആയതുകൊണ്ട് അവളും രാമനെ അനുഗമിച്ചു. ലക്ഷ്മണ അഭി, ലക്ഷ്മണനും സൗഭ്രാതം, സ്നേഹം, അതായത് സഹോദര സ്നേഹത്തെ ദർശയൻ, അങ്ങേയറ്റം സഹോദര സ്നേഹം ഉള്ളവനായതുകൊണ്ട് അതിന്റെ ആ സഹോദര സ്നേഹം കൊണ്ട് രാമം അനുയാതു, രാമനെ പിന്തുടർന്നു. സർവേഷു വനം ഗതേഷു, എല്ലാവരും ഇങ്ങനെ വനത്തിലേക്ക് പോയപ്പോ താൻ ഏവ ചിന്തയൻ രാജ, അവരെ തന്നെ ചിന്തിച്ചുകൊണ്ട് രാജാവ് രാമ രാമ ഇതി പ്രളവൻ, കരഞ്ഞിട്ട്, രാമ രാമ എന്ന് കരഞ്ഞിട്ട്, നൃപസത്തമഹ മമാര, അങ്ങനെ രാജാവ് നിന്റെ പിതാവ് മരിച്ചു. ഇതി മാതുഹു വച ശ്രുത്വ, ഇതങ്ങടെ അമ്മ പറയണത് കേട്ടപ്പോ വജ്രാഹത ദ്രുമ ഇവ, വജ്രം കൊണ്ട് മുറിക്കപ്പെട്ട മരം പോലെ, നിസ്സംജ്ഞ ഭൂമൗ പപാത, ബോധം കെട്ട് ഭൂമിയില് പതിച്ചു. നിസ്സംജ്ഞ പറഞ്ഞ എന്താ, ബോധമില്ലാതെ. ഭൂമൗ പപാത, ഭൂമിയിൽ പതിച്ചു. തൻ ദൃഷ്ട്വാ തഥാ ദുഃഖിത കൈകേയി, അപ്പൊ അവൻ വീണ് കണ്ടിട്ടേ സന്തോഷാവുന്ന വിചാരിച്ചത്. ബോധം കെട്ട് ഭരതൻ വീണപ്പോ ദുഃഖിതയായ കൈകേയി പുനഃ അഭി ആഹ, പിന്നെയും പറഞ്ഞു, വത്സ തവ ശോകേന കിം, നിനക്ക് എന്താ ദുഃഖം, സന്തോഷല്ലേ വേണ്ടേ ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ഇത്രയും ശ്ലോകത്തിൽ പറഞ്ഞത് ചുരുക്കി പറയാച്ചാൽ, രാമാഭിഷേകത്തെ ഞാൻ എങ്ങനെയാണ് വിഘ്നം വരുത്തിയത് ഞാൻ പറയാൻ നിന്നോട്. എന്താ അറിയോ, എന്റെ അഭീഷ്ടം, എനിക്ക് തന്ന വരം നൽകാൻ ഒരുങ്ങിയ രാജാവ് എന്നോട് വളരെ പ്ലീസ്ഡായി. ഞാൻ യുദ്ധത്തിൽ സഹായിച്ചപ്പോ സന്തോഷിച്ചിട്ട് അന്ന് എനിക്ക് 2 വരം തരാമെന്ന് പറഞ്ഞിരുന്നു. ആ 2 വരത്തെ ഞാൻ ഇപ്പൊ ആവശ്യപ്പെട്ടു. അതിലൊന്ന് നിനക്ക് രാജ്യം നൽകണമെന്നും, രണ്ടാമത് രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും, രാമൻ താപസം, അതായത് ഒരു പിന്നെ മുനിവ്രതം എന്താണ് അനുഷ്ഠിച്ച് കാട്ടിൽ വസിക്കണമെന്നും അതാണ് എനിക്ക് വേണ്ട 2 വരം എന്ന് പറഞ്ഞു. നിന്നെ രാജാവാക്കണമെന്ന് മാത്രമല്ല, രാമൻ കാട്ടിലേക്ക് പോണമെന്നും പറഞ്ഞു. അപ്പോ പാവം സത്യസന്ധനായിട്ടുള്ള ദശരഥ രാജാവ്, നിന്റെ പ്രിയ പിതാവ് നിനക്ക് തന്നെ രാജ്യത്തിന് ഒരു വിഷമവും ഇല്ലാണ്ട് തന്നു. എന്നിട്ടോ ആ വരം പ്രതിജ്ഞ നിറവേറ്റാനായിക്കൊണ്ട് എന്ത് ചെയ്തു, രാമനെ കാട്ടിലേക്ക് അയച്ചു. പതിവ്രതാധർമ്മം അങ്ങേയറ്റം അനുഷ്ഠിക്കുന്ന സീത രാമനെ അനുഗമിച്ചു. ലക്ഷ്മണനും സഹോദര സ്നേഹം കാരണം രാമന്റെ കൂടെ പോയി. അവരെല്ലാവരും കാട്ടിലേക്ക് പോയപ്പോ രാജാവ് അവരെ തന്നെ വിചാരിച്ച് രാമ രാമ എന്ന് തന്നെ കരഞ്ഞും കൊണ്ടാണ് ജീവൻ ത്യജിച്ചത്. ഇതങ്ങടെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഭരതൻ, ഒരു വടി പോലെ എന്ന് പറയട്ടെ. അതായത് ഒരു വജ്രായുധം കൊണ്ട് ഒരു മരം വെട്ടിയിട്ടാ എങ്ങനെയാ, അതുപോലെ നിലത്തേക്ക് ബോധം കെട്ട് ഭൂമിയിൽ അങ്ങോട്ട് പതിച്ചു.
അത് കണ്ടപ്പോ അത് എക്സ്പെക്ട് ചെയ്തില്ല. കൈകേയി സന്തോഷാവെന്ന് വിചാരിച്ച കൈകേയിക്ക് ദുഃഖായി. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താ ഇപ്പൊ ദുഃഖം? ഇത് നല്ലതല്ലേ? നിനക്ക് രാജ്യം കിട്ടിയില്ലേ? എന്താ നിനക്ക് ദുഃഖം ചോദിക്കുകയാണ്. അതാണ് നമ്മള് അവസാനത്തെ 78. അപ്പൊ ഞാൻ അത് വായിച്ച 79, 80 വായിക്കാം. ശരിക്കും മലയാളം പോലെയാണ്, അത്ര സിമ്പിൾ സംസ്കൃതാണ്. രാജ്ഞാ ദത്തം ഹിമേ പൂർവം വരദേന വരദ്വയം യാചിതം തദിദാനീം മേ തയോരേകേന തേഖിലം രാജ്യം രാമസ്യ ചൈകേന വനവാസോ മുനിവ്രതം തത സത്യപരോ രാജാ രാജ്യം ദത്വാ തവൈവ ഹി രാമം സംപ്രേഷയാമാസ വനമേവ പിതാ തവ സീതാപ്യനുഗതാ രാമം പാതിവ്രത്യമുപാശ്രിത സൗഭാത്രം ദർശയൻ രാമമനുയാതോപി ലക്ഷ്മണ വനം ഗതേഷു സർവേഷു രാജാ താനേവ ചിന്തയൻ പ്രലപൻ രാമ രാമേതി മമാരാ നൃപസത്തമാ. ജീവൻ വെടിഞ്ഞു. ഇതി മാതൃവച ശ്രുത്വാ വജ്രാഹത ഇവ ദ്രുമ. ഒരു ദ്രുമഞ്ച വൃക്ഷം വെട്ടിട്ട പോലെ പപാത ഭൂമൗ നിസ്സംജ്ഞംസ്തം. ബോധമില്ലാതെ പപാത വീണു. ദൃഷ്ട്വാ ദുഃഖിത തഥാ. കൈകേയിക്ക് ദുഃഖായി. കൈകേയി പുനരപ്യാഹ വത്സ ശോകേന കിം തവ. നിനക്ക് ശോകത്തിന് എന്താ കാരണം? 79, 80 ചെയ്യാട്ടോ. രാജ്യേ മഹതി സംപ്രാപ്തേ ദുഃഖസ്യാവസര കുത ഇതി ബ്രുവന്തീമാലോക്യ മാതരം പ്രദഹന്നിവ അസംഭാഷ്യാസി പാപേ മേ ഘോരേ ത്വം ഭർതൃഘാതിനി പാപേ ത്വദ്ഗർഭജാതോഹം പാപവാനസ്മി സാമ്പ്രതം അഹമഗ്നിം പ്രവേക്ഷ്യാമി വിഷം വാ ഭക്ഷയാമ്യഹം. ഭരതന്റെ റെസ്പോൺസ് ഉണ്ടല്ലോ, ഭരതന്റെ പ്രതികരണം ഉണ്ടല്ലോ, അമ്മയുടെ ഈ വാക്കുകൾക്ക് ഭരതൻ പ്രതികരിച്ചത് ശരിക്കും നമുക്കൊന്ന് വായിച്ചാൽ അത്ഭുതമാവേണ്ടതാണ്. എത്ര നല്ല സ്നേഹമുള്ള, എത്ര നല്ല മനസ്സുള്ള, എത്ര ഉത്കൃഷ്ടനായിട്ടുള്ളൊരു ആളാണ്, എത്ര ശ്രേഷ്ഠനാണ് ഭരതൻ, നമുക്ക് ഇന്ന് മനസ്സിലാവും. എന്താ പറയണേ? മഹതി രാജ്യ സംപ്രാപ്തേ. രാജ്യം ഇപ്പൊ കയ്യിൽ കിട്ടിയിരിക്കാണ് അല്ലേ? രാജ്യം കയ്യിൽ കിട്ടിയിരിക്കുന്ന ആളാണ് ഇപ്പൊ ഭരതൻ. പോയി, ഓൾറെഡി ശ്രീരാമൻ പോയി ഇല്ലേ? അപ്പൊ ദുഃഖസ്യ അവസര കുത. ഈ ദുഃഖത്തിന് എവിടെ അവസരം? നിനക്ക്. അതാണ് കൈകേയി പറയണ, നിനക്ക് രാജ്യം കയ്യിൽ കിട്ടിയിരിക്കണു, പിന്നെ എന്തിനു ദുഃഖിക്കണു? ദുഃഖത്തിനുള്ള ഒരു യാതൊരു കാരണവും ഇല്ല ഇവിടെ. നിനക്ക് രാജ്യം തന്നെ കിട്ടിയിരിക്കണു, പിന്നെ എന്ത് നീ ദുഃഖിക്കാൻ ഉള്ള ഒരു അവസരം ഇവിടെ എവിടെയുള്ളത്? ഇതി ബ്രുവന്തി. അതാണ് അമ്മ പറഞ്ഞതേ. രാജ്യ മഹതി സംപ്രാപ്തേ. രാജ്യം തന്നെ നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ദുഃഖസ്യാവസര കുത. ദുഃഖത്തിന് ഇവിടെ സ്ഥാനമില്ല. ഇതി ബ്രുവന്തി. ഇപ്രകാരം പറഞ്ഞ മാതരം പ്രദഹന്നിവ. ഇപ്രകാരം പറയുന്ന മാതാവിനെ ദഹിപ്പിക്കണ പോലെ, പ്രദഹൻ പ്രകർഷേണ ദഹിപ്പിക്കുന്ന പോലെ, പ്രദഹൻ ഇവ മീൻസ് ദഹിപ്പിക്കുന്ന നോട്ടാണ് നോക്കിയത്. എന്താണ്? മാതരം ഇപ്രകാരം പറയുന്ന അമ്മയെ പ്രദഹൻ ഇവ ആലോക്യ, ദഹിപ്പിക്കുന്ന പോലെ നോക്കിയിട്ട് എന്താ പറഞ്ഞ്? ഘോരേ പാപേ ഭയങ്കരി മഹാപാപി. ഇങ്ങനെയാണ് സംബോധന ചെയ്തത് സ്വന്തം അമ്മ. ഹേ ഭയങ്കരി, ഹേ മഹാപാപി, ഭർതൃഘാതിനി ത്വം. നീ നിന്റെ ഭർത്താവിനെ വധിച്ചവളെ. നീ മേ അസംഭാഷ്യ അസി. എനിക്ക് നിന്നോട് വർത്തമാനം പറയാൻ തന്നെ നീ എന്റെ വായെന്ന് ഒരു വാക്ക് കേൾക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. ഹേ പാപി, ഭയങ്കരി, ഭർത്താവിനെ നിഗ്രഹിച്ചവളെ, ഭർത്താവിനെ വധിച്ചവളെ, എനിക്ക് നിന്നോട് ഒന്നും പറയണമെന്നില്ല. യു ഡോണ്ട് ഡിസേർവ് എനി ഓഫ് മൈ റെസ്പോൺസ്. അതാ പറയണേ, എന്റെ പ്രതികരണം നീ അർഹിക്കുന്നില്ല എന്ന്. നീ പറഞ്ഞില്ലേ, അതിന് ഞാനൊരു ഞാൻ എന്താണ് അതിനൊരു മറുപടി? നീ അർഹിക്കുന്നില്ല ഒരു മറുപടി അതിന്. അതാണ് പറഞ്ഞ അസംഭാഷ്യ അസി. എനിക്ക് നിന്നോട് ഒന്നും പറയണം തന്നെയില്ല, നീ ഒരു മറുപടി അർഹിക്കുന്നില്ല. പാപേ,
ത്വദ്ഗർഭജാത അഹം പാപി. ഹേ പാപിയായിട്ടുള്ളവളെ, നിന്റെ ഗർഭത്തിൽ ജനിച്ച ഞാൻ ഉം, സമ്പ്രതം പാപവാൻ അസ്മി, ഞാൻ അങ്ങേയറ്റം പാപിയായി. നിന്റെ ഗർഭത്തിൽ എനിക്ക് ജനിക്കേണ്ടി വന്നുല്ലോ, അതുകൊണ്ട് ഞാൻ വലിയ പാപിയാണ്. അഹം അഗ്നിം പ്രവേക്ഷ്യാമി, ഞാൻ അഗ്നിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അഥവാ വിഷം ഭക്ഷയാമി, അല്ലെങ്കിൽ ഞാൻ വിഷം കഴിച്ച് മരിക്കുകയാണ്. എനിക്ക് ജീവിച്ചിരിക്കണ്ട, അത്ര ദുഃഖായി. എന്താ പറയണേ? അപ്പൊ കൈകേയി പിന്നെ ആ 79 എന്താ പറഞ്ഞ വെച്ചാൽ, നിനക്ക് ഇതാ രാജ്യം മുഴുവൻ നിന്റെ സ്വന്തമായിരിക്കണു ഇപ്പൊ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ദുഃഖിക്കാൻ, നിന്റെ ദുഃഖത്തിനൊരു സ്ഥാനമില്ലല്ലോ ഇവിടെ. അതങ്ങട് പറഞ്ഞപ്പോ അമ്മയെ ദഹിപ്പിക്കുന്ന പോലെ ഒരു നോട്ടം അങ്ങട് നോക്കിയിട്ട് പറഞ്ഞു, പാപി, ഭയങ്കരി, ഭർത്താവിനെ കൊന്ന നിന്നോട് ഞാൻ ഒരക്ഷരം പറയണില്ല. നീ എന്റെ മറുപടി ഒന്നും അർഹിക്കണില്ല. പാപി, നിന്റെ ഗർഭത്തിൽ നിന്നും ജനിച്ച ഞാൻ ഇപ്പോ മഹാപാപിയായി തീർന്നു. അതുകൊണ്ട് എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കണം എന്നില്ല. ഞാൻ അഗ്നിപ്രവേശം ചെയ്തിട്ടോ വിഷം കഴിച്ചിട്ടോ എന്റെ ഈ ദേഹത്തിനെ നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അത്ര കഠിനായിട്ട് പറഞ്ഞു. രാജ്യേ മഹതി സംപ്രാപ്തേ ദുഃഖസ്യാവസര കുത ഇതി ബ്രുവന്തി മാലോക്യ മാതരം പ്രദഹന്നിവ അസംഭാഷ്യസി പാപേ മേ ഘോരേ ത്വം ഭർതൃഘാതിനി പാപേ ത്വദ്ഗർഭജാതോഹം പാപവാനസ്മി സാമ്പ്രതം അഹമഗ്നിം പ്രവേക്ഷ്യാമി വിഷം വാ ഭക്ഷയാമ്യഹം, അല്ലെങ്കിൽ ഞാൻ വിഷം കഴിച്ച് മരിച്ചോളാം. അത്രയ്ക്ക് ദേഷ്യം വന്നു. ഇനി 81 82 കൂടിയിട്ടുണ്ട്. അതെ, 81 82. ഖൽഗേന വാധചാത്മാനം ഹത്വായാമി യമക്ഷയം ഭർതൃഘാതിനി ദുഷ്ടേ ത്വം കുംഭീപാകം ഗമിഷ്യസി ഇതി നിർഭൽസ്യ കൈകേയീം കൗസല്യാ ഭവനം യയൗ സാപിതം ഭരതം ദൃഷ്ട്വാ മുക്തകണ്ഠാ രുരോദഃ. അഥവാ ഖൽഗേന ആത്മാനം പാത്വ, ഒന്നുകിൽ ഞാൻ തീ ചാടി മരിക്കും, അല്ലെങ്കിൽ വിഷം കഴിക്കും, അല്ലെങ്കിൽ ഖൽഗം കൊണ്ട്, വാളുകൊണ്ട് എന്റെ ശരീരത്തെ കൊല്ലും. ആത്മാനം ഹത്വ, സ്വയം മരിക്കും. യമക്ഷയം യാമി, എന്നിട്ട് ഞാൻ യമലോകത്തിലേക്ക് പോകുന്ന, ഒന്നെങ്കിൽ തീ ചാടും, അല്ലെങ്കിൽ വിഷം കഴിക്കും, അല്ലെങ്കിൽ വാളുകൊണ്ട് എന്നെ തന്നെ കൊന്നിട്ട് ഞാൻ യമലോകത്തിലേക്ക് പോവാണ്. ഭർതൃഘാതിനി ദുഷ്ടേ, പിന്നെയും വിളിക്കും, ഭർത്താവിനെ കൊന്ന ദുഷ്ടേ ത്വം കുംഭിഭാഗം ഗമിഷ്യസി, നിനക്ക് വെച്ചിരിക്കുന്നത് കുംഭിഭാഗ നരകാണ്. നീ കുംഭിഭാഗ നരകത്തിൽ പോവും. ഇത് കൈകേയിയും നിർഭൽസ്യ, ഇങ്ങനെ കൈകേയിയെ വളരെയധികം അധിക്ഷേപിച്ചിട്ട് കൗസല്യ ഭവനം യയൗ, വേഗം കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് പോയി. സാ അഭി, അവളും തം ഭരതം ദൃഷ്ട, ഭരതനെ കണ്ട് മുക്തകണ്ഠാഹാരുരോധ, ഉറക്ക ഉച്ചത്തിൽ കരഞ്ഞു. എന്താ പറഞ്ഞ, ഇനി അല്ലാച്ച വാളോണ്ട് ഞാൻ എന്റെ ശരീരത്തിനെ നുറുക്കി ഞാൻ യമലോകത്തിലേക്ക് പോവും. ഭർത്താവിനെ കൊന്ന ദുഷ്ടേ, നീയും നിന്റെ മരണത്തിന് ശേഷം നീയും കുംഭീപാക നരകത്തിൽ നീയും പ്രവേശിക്കും. ഇങ്ങനെ കൈകേയിയെ അതികഠിനമായിട്ട് ശകാരിച്ചതിന് ശേഷം കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് ഭരതൻ പോയി. ഭരതനെ കണ്ട ഉടനെ കൗസല്യ പൊട്ടിക്കരഞ്ഞു. ഈ ഭാഗം നമുക്ക് എങ്ങനെയാണ് പിന്നെ പറഞ്ഞിരിക്കണം നോക്കാട്ടോ. ഇതില് ദേഷ്യം വരണതേ. അപ്പൊ എങ്ങനെയാണ് എഴുത്തച്ഛൻ പറയണതെന്ന് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതാ എങ്ങനെയാന്ന് വായിക്കാം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെ നാഥി പൂണ്ടിയിടിനാർ കണ്ടു നിന്നോർകളും. അതായത് കൈകേയി ഇത് പറഞ്ഞപ്പോഴേ ഒന്ന് കോപിച്ചു നോക്കിയിടിനാൻ മാതരം. അപ്പൊ അവിടെ നിക്കണവർക്കൊക്കെ എന്താണ്, നിക്കണവർക്ക് കൂടി പേടിയായി. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയെ നാഥി പൂണ്ടിയിടിനാൻ കണ്ടു നിന്നോകളും. എന്നിട്ട് എന്താ പറയണേ? ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രവേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി, രാക്ഷസിയൊക്കെ വിളിക്കണ്ട, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത്ത മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്യയിൽ വീണു മരിപ്പനല്ലായികിലോ. കാളകൂടം കുടിച്ചിടുവനല്ലായികിൽ
വാളെടുത്താശു കഴുത്തറുത്തിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കുമിതു മൂലം സത്വരം ചെന്നു ഇത്തരം മാതരം ഭർസിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പൂക്കാൻ പാദേ നമസ്കരിച്ചോരു ഭരതനെ മാതാവും കൗസല്യയും പുണർന്നിടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞ ദീദീനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിടിനാൾ. അപ്പൊ കൗസല്യയുടെ അവിടെ പോയി എന്ന് നമ്മൾക്ക് അവിടെ അത് പറഞ്ഞു നിർത്താട്ടോ. അപ്പൊ എത്ര നന്നായിട്ട് ഇതേപോലെ തന്നെ പറഞ്ഞിരിക്കണോ അല്ലേ പിന്നെ എഴുത്തച്ഛനും. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി ചെയ്യാം, അത്രേ പറ്റുണ്ടാവുള്ളൂ. അപ്പൊ ഇനി നമുക്ക് നോക്കാം കൗസല്യയുടെ അവിടെ. കൗസല്യ ഉറക്കെ കരഞ്ഞു എന്ന് പറഞ്ഞുല്ലോ. ഈ 83, 84 ചെയ്യാം. പാദയോഹോ പതിതസ്തസ്യ ഭരതോപി തദാരുദദ് ആലിംഗ്യ ഭരതം സാധ്വി രാമമാതാ യശസ്വിനി കൃശാദിദീനവദന സാശ്രുനേത്രേദമബ്രവീദ് പുത്രത്വയി ഗതേ ദൂരമേവം സർവമഭൂതിദം ഉക്തം മാത്ര ശ്രുതം സർവം ത്വയാ തേ മാതൃചേഷ്ടിതം തഥാ തസ്യാഹ പാദയോഹ പതിത വേഗം ഭരതഃ അഭി അരുദദ്. അപ്പൊ കണ്ടപ്പോ തന്നെ കരഞ്ഞു പറഞ്ഞുല്ലോ. അപ്പൊ വേഗം പിന്നെ കൗസല്യയുടെ പാദങ്ങളിൽ പതിച്ച് ഭരതനും കരയാൻ തുടങ്ങി. കൃശ അതിദീനവദന യശസ്വിനി സാധ്വി രാമമാത. മെലിഞ്ഞ് വല്ലാതെ ദുഃഖിതയായിരിക്കുന്ന മുഖത്തോടു കൂടിയ ആ പതിവ്രതയായിരിക്കുന്ന ആ രാമന്റെ അമ്മ ഭരതനെ ആലിംഗനം ചെയ്തിട്ട് സാശ്രുനേത്ര ഇതം അതായത് നിറഞ്ഞ കണ്ണുകളോടെ, സാശ്രുനേത്ര നിറഞ്ഞ കണ്ണുകളോടെ ഇപ്രകാരം പറഞ്ഞു. പുത്ര തൊയ് ദൂരം ഗതേ. പുത്ര നീ അകലെ ആയിരുന്നപ്പോ, നീ നിന്റെ അമ്മയുടെ രാജ്യത്തേക്ക് പോയ സമയത്ത് ഇതം സർവമേവ അഭൂതി, ഇതൊക്കെ ഉണ്ടായി. എന്നിട്ടോ തേ മാതൃചേഷ്ടിതം സർവം, നിന്റെ അമ്മയുടെ പ്രവൃത്തിയാണ് ഇത് മുഴുവൻ. മാത്ര ഉക്തം ത്വയാശ്രുതം. നീ അമ്മ പറഞ്ഞല്ലോ നിന്നോട്. അപ്പൊ ഞാൻ ഇനി ആദ്യം പറയേണ്ട കാര്യമില്ലല്ലോ, അതാണ് പറഞ്ഞത്. കൗസല്യ എന്താ പറഞ്ഞ? കൗസല്യ കണ്ടപ്പോ തന്നെ കരഞ്ഞു, ഭയങ്കരമായിട്ട് ഉറക്കെ പൊട്ടിക്കരഞ്ഞു പറഞ്ഞില്ലേ. അപ്പൊ വേഗം കൗസല്യയുടെ കാൽക്കൽ നമസ്കരിച്ച് ഭരതനും കരഞ്ഞു. വളരെ മെലിഞ്ഞ് മുഖത്തിൽ അങ്ങേയറ്റം ദുഃഖം അങ്ങനെ പിന്നെ പടർന്നു കയറിയിട്ടുള്ള ആ പതിവ്രതയായിട്ടുള്ള രാമന്റെ അമ്മ ഭരതനെ ആലിംഗനം ചെയ്ത് നിറഞ്ഞ കണ്ണുകളോടെ എന്താ പറഞ്ഞത്? മകനെ, നീ ഇവിടെ ഇല്ലാത്ത സമയത്ത്, നീ ദൂരെ പോയിരുന്ന സമയത്ത് ഇവിടെ ഈ കണ്ടതെല്ലാം നടന്നു. നിന്റെ അമ്മ ചെയ്ത പണിയാണ് ഇത് മുഴുവൻ. അമ്മ തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവൂലോ. അമ്മ പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയാം എന്ന് പറയണം. അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ട് നീ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണൂന്ന് അങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് അതെ, അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് പിന്നെ 83, 84 വായിച്ച് നിർത്താം. അത് കഴിഞ്ഞ് 85 നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. പാദയോഹ പതിതസ്തസ്യ ഭരതോപി തദാരുദദ് ആലിംഗ്യ ഭരതം സാധ്വി രാമമാതാ യശസ്വിനി കൃശാദിദീനവദന സാശ്രുനേത്രദമബ്രവീദ് പുത്ര ത്വയി ഗതേ ദൂരമേവം സർവഭൂതിദം ഉക്തം മാത്ര ശ്രുതം സർവം ത്വയാതേ മാതൃചേഷ്ടിതം. നീ നിന്റെ അമ്മ പറഞ്ഞൊക്കെ കേട്ടുല്ലോ. അതായത് കൗസല്യ എന്ത് സ്നേഹാണ് ഭരതനെ. ഒന്നും ദേഷ്യം നടിച്ചില്ല, വേഗം കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ഉണ്ടായി നിന്റെ അമ്മ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. അതൊക്കെ നീ ഓൾറെഡി അമ്മയുടെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ടാവൂലോന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ ലഹള കൂട്ടി ദേഷ്യപ്പെട്ടൊന്നുമില്ല. അറിയാം, കൗസല്യക്ക് അറിയാം ഇതൊന്നും ഭരതന്റെ പിന്നെ എന്താണ്, ഭരതനൊന്നും അല്ല ഇത് വിഘ്നുണ്ടാക്കിയ ആള്, ഭരതന്റെ അമ്മ തന്നെയാണെന്ന് നല്ലോണം അറിയാം. അതുകൊണ്ട് പിന്നെ ഭരതനോട്, എന്നാലും
ഭരതനോട് വളരെ സ്നേഹമായിട്ട് തന്നെയാണ് കൗസല്യാദേവി പെരുമാറിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പാ ശരണം.